ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി എന്നാക്കാണ് നമ്മൾ പുള്ള് പഠിക്കാൻ വന്നത്. ഫസ്റ്റ് തന്നെ വന്നപ്പോൾ നമുക്കൊരു മീനെ കിട്ടി. ഇത് ഞാൻ തന്നെ പിടിച്ചാണ് കേട്ടാ. അച്ഛനമ്മയ്ക്ക് ഇതിനായിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് ദൂരാണ് അറിയില്ല. അപ്പോൾ അത് ചൂണ്ടയുടെ ആദ്യ പാഠം പഠിക്കാനായിട്ട് ഇതാ പൊന്നൂസും ഉണ്ട് കേട്ടോ ചൂണ്ടാനായിട്ട്. എന്തൊക്കെയാ കാട്ട് അതിനൊക്കെ കിട്ടും ആദ്യമായിട്ടാണ്, പക്ഷെ എനിക്ക് ഒന്നും കിട്ടണില്ല. ഒന്നും അറിയണില്ല മീനെങ്ങനെ കൊത്തണ്ട. അപ്പോൾ വെള്ളം കയറി കിടക്കണ്. എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ അവിടെ വലിയ കുഴപ്പമില്ലാത്ത കാരണം നമ്മൾ വന്നിട്ടുള്ളത്. ആരും നമ്മുടെ കമൻറ്റിൽ വന്നിട്ട് ഒന്നും പറയരുത്, ചീത്തൊന്നും പറയരുത് കേട്ടോ. അപ്പോൾ അത് ഇവിടെയൊക്കെ മീനിട്ടുണ്ട് കേട്ടോ. പാടത്തൊക്കെ മീനിട്ടുണ്ട്. അപ്പോൾ അവിടെ അപ്പുറത്ത് ചൂണ്ടാൻ പാടില്ല. അപ്പുറത്ത് എന്താ പറയുക കുറേ മീനുകളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് മനക്കോടിയിലാണ് കേട്ടോ. അപ്പോൾ അറ്റത്ത് കാണുന്ന നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീടിൻ്റെ അവിടെ സ്ഥലമാണ് പുള്ള് കേട്ടോ. അപ്പോൾ അതാ പൊടിമോൾക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. പൊടിമോള് അരയൊക്കെ കോർക്കാൻ പഠിച്ചു കേട്ടോ, ഹൈടെക്കായി. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു എന്നിട്ടാ പരല മുണ്ടത്തി എന്താ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. മുണ്ടത്തി എൻ്റെ പേര് എന്നിട്ട് എവിടെയാ? മുണ്ടത്തേ. അപ്പം ഇനി പൊന്നൂസിൻ്റെ ഊഴമാണ്. പൊന്നൂസത് എന്തോ അക്രമം കാണിക്കുന്നുണ്ട്. ചൂണ്ടൊക്കെ ചായ സെറ്റപ്പ് ചൂണ്ടലൊക്കെ ഹൈടെക് ചൂണ്ടയും കാര്യങ്ങളൊക്കെയാണ് മീൻ പിടിക്കാനായിട്ട്. മീൻ നന്നാക്കി കൂട്ടാൻ വെക്കാന്നല്ലാണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ. ആദ്യമായിട്ടാണ്. ഒരു വട്ടം ഞാൻ അതിന് മുന്നേ വന്നിട്ട് ഇവര് കരിപ്പിടീനൊക്കെ പിടിക്കണപ്പോ എനിക്ക് കൊതിയായി. പക്ഷെ ഇതെന്താണ് കൊത്തുന്നില്ല മീൻ. കൊത്ത് മീനെ പൊടിമോള് ആ സൈഡിൽ നിന്നിട്ടാണ് മീൻ പിടിച്ചത് കേട്ടാ. ഇവിടെ കൊമ്പനെ കയറ്റി കൊമ്പൻ. അപ്പോൾ ഒരെണ്ണം ഇവിടെ പൊടിമുള ഐശ്വര്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി മുണ്ടത്തീനെയാണ് പിടിച്ചിട്ടുള്ളത് കേട്ടാ. ഇനി കിട്ടുമോ നോക്കാം നമുക്ക്. പതുക്കെ വലിച്ചോളട്ടെ പൊടിമ്പിയേ. ഉള്ളത് അത്യാവശ്യം വലിപ്പമുള്ള മീൻ തന്നെയാണ് കേട്ടാ. കൊത്തുണ്ട് പതുക്കെ വലിച്ചോളാം, അല്ലേ മീനിൻ്റെ ടൗസർ കീറും. അരിയിട്ടിട്ടില്ലേ? അപ്പോൾ അടിപൊളി മീനൊക്കെ കിട്ടുന്നുണ്ട്. മീൻ കൊത്തുണ്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക മീനിൻ്റെ അടുത്ത്, മീൻ കൊത്തുന്നുണ്ടോന്ന്. ഈ വടി പിടിച്ചെന്നുകൊണ്ട് കാര്യമില്ല, അതുമ്മ മീൻ കൊത്തുമ്പോ വലിക്കണം. പൊടിമോള് പറഞ്ഞു കൊടുക്കണം. കിളിപ്പച്ചയാണ് നമ്മുടെ പൊന്ത് കേട്ടാ. അതെ പൊന്ത്. അപ്പോൾ ഈ കിളിപ്പച്ച സാധനം താഴുമ്പോൾ ഒറ്റ വലി ചടക്കപ്പെടുക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റ വലി. അപ്പോൾ അതൊക്കെ വലിക്കാൻ പാടുള്ള മീൻ. അല്ലെങ്കിൽ പിന്നെ വല്ല ചന്ദ്രമതി ആശുപത്രിയിൽ പോയി സ്റ്റിച്ച് ഇടേണ്ടി വരും വായ കീറിയിട്ട്. അപ്പോൾ പതുക്കെ വലിക്കുക. പൊടിക്ക് കൊത്തുണ്ട് കേട്ടോ. പൊടിമോൾക്ക് കൊത്തുണ്ട്. പൊടിമോൾ അടുത്ത മീനെ കയറ്റാനുള്ള പരിശ്രമത്തിലാണ്, കൊമ്പനെ കയറ്റാനുള്ള പരിശ്രമത്തിലാണ്. അതെ പൊടി ബ്രാലി വലിയ ബ്രാലി. അയ്യോ ചിലപ്പോ ആ ബ്രാലിന് വല്ല ബോധോദയം ഉണ്ടായിട്ട് അതൊന്ന് പിടിക്കും. ഇവിടെ മീന് തീറ്റിട്ട് കൊടുക്കണ ഒരു ചടങ്ങിലാണ് കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ കേട്ടോ. അടിപൊളി സെറ്റപ്പ് സ്ഥലങ്ങളാണ്. രാത്രി ആകുമ്പോൾ അവിടെ ബോട്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടി, ഐസ്ക്രീം, കുറേ ചായ, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഉണ്ടാ ആ കാണാണ് പുള്ള് പാലട്ടാ. അവിടെയാണ് ഈ വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരും കേട്ടാ. നമ്മുടെ പൊടിമോള് ഒരു കരിപ്പിടീനെ പിടിച്ചിട്ട്. കരിപ്പിടി ഇതിന് നിങ്ങളുടെ അവിടെ എന്താ പറയാന്നറിയില്ല. നമ്മുടെ പൊടിമോള് ചൂണ്ടല് പ്രൊഫഷണൽ ആയിട്ട് 2 മീൻ, ഒരു വലിയ മീൻ, ചെറുമീൻ നമ്മൾ പിടിക്കും. കൊണ്ടൊന്നില്ല വല നോക്കിപ്പോയിക്കോളാം. ഇതേ വലിയൊരു കൊമ്പനെ വീണ്ടും പിടിച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടോ പൊടിമോള്. ഇതൊക്കെ എങ്ങനെ സാധിക്കണ പൊടിമോള്? അത് അംഗനവാടി പോണ നേരത്തെ പിടിച്ചേന്ന് തോന്നുന്നുണ്ട് പൊടിമോള് കേട്ടാ അല്ലേ? അയ്യോ ഇത്ര മനസാക്ഷിയാ എന്റെ പൊന്നെ. നമുക്ക് ഗെയിം മാത്രം കളിക്കാൻ അറിയില്ല, ഇങ്ങനെ മീൻ പിടിക്കാനൊന്നും അറിയില്ല. നന്നായി എനിക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല കേട്ടോ. എനിക്ക് ഒന്നാമത് മനസ്സിലായി നിങ്ങൾക്ക് കൊണ്ടിട്ട് മീൻ നന്നാക്കാനല്ലേ. മീനെ തീറ്റിട്ട് കൊടുക്കുക. പൊന്ത് താഴുമ്പോ ഇത് എന്താ ചേട്ടാനങ്ങണേന്ന് ഈ വക ടീമിനേക്ക് മീൻ പിടിക്കാൻ കൊണ്ടത്. ചൂണ്ട വരെ ഉണ്ടാക്കി നോക്കിയാ എൻ്റെ 100 രൂപയാണ്. ആ ടങ്കീസും കുളത്തും പൊന്തൊക്കെ ആയിട്ട് 100 രൂപ സാധനം. എന്നിട്ട് മടക്കി ചുരുട്ടി വെച്ചേക്കണം കേട്ടാ.
നിങ്ങൾ എന്തോരം മീൻ വേണമെങ്കിൽ പിടിച്ചോ, ഞാൻ നന്നാക്കി തരാന്നുള്ള എനിക്ക് പറ്റണില്ല ഈ മീൻ പിടുത്തം. ഒന്നാമത് എനങ്ങാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട് കൊറേ നേരം നിക്കണം. അല്ല, മീനെ കാശ് കൊടുത്തിട്ട് കൈക്കൂലി കൊടുത്തിട്ട് ചൂണ്ടാകുമ്പോൾ കൊത്തിക്കുക. ഇതപ്പോൾ പൊടിമോള് അവിടെ നമുക്ക് കാണിച്ചു തരാട്ടാ. പൊടിമോള് ഭയങ്കര സംഭവമാണ് കേട്ടാ, ഭയങ്കര ഐഡിയ പഠിച്ചു. മീൻപിടുത്തത്തിന്റെ ആദ്യ പാഠങ്ങളൊക്കെ പഠിച്ചു. കൊത്തട്ടെ ഇവിടെ കൊമ്പനെ വലിച്ചു കയറ്റിയാൽ മതി, ചെറുതിനൊന്നും പിടിക്കില്ലട്ടാ. ബാക്കിൽ ആൾക്കാർ വണ്ടിയുമൊക്കെ പോകണ്ടാവും, അവനിടിച്ച് തെറിപ്പിക്കുക, ചൂണ്ടൽ വലിച്ചിട്ട് അവറ്റങ്ങളുടെ കണ്ണിൽ വളർത്തും. കൊത്തുണ്ട് കേട്ടാ, കൊത്തുണ്ട്. ബാഗായിക്കോട്ടെ. അവിടെ മീൻ പൊന്നെ പൊടി നോക്കിയേ വലിയൊരു ബ്രാല് വന്നിട്ട് അടിയില്ലേ. അപ്പൊ പൊടി മോള് ബ്രാലിന്റെ അടുത്ത് പറയാലോന്ന്. ഇട് ആ തീറ്റ കഴിഞ്ഞു. വലിയൊരു ബ്രാല് പൊടിമോളോട് ഹലോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പിടിച്ചിട്ടേ ഞാൻ പോവുള്ളോ. എനിക്ക് എന്താണെന്ന് അറിയില്ലേ, കരിപ്പിടിയില് മാത്രം ഇപ്പൊ എന്റെ കയ്യിൽ വരുന്നുള്ളൂ. ഇവിടുന്ന് ഒരു മീനെങ്കിലും ഞാൻ പിടിക്കും. വീണ്ടും നോക്കിക്കോ, നമുക്ക് 2 മീൻ. എന്നിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. അപ്പൊ 2 മീൻ കിട്ടിയിട്ട് 3 മീൻ കിട്ടി. 3 പിടിച്ചത് പൊടി മോളാട്ടാ. എര കോർക്കണ കേട്ടാ. ചില ആൾക്കാർക്ക് ഈ അരാന്ന് പറഞ്ഞാൽ അറപ്പാണ് കേട്ടാ. അപ്പോൾ റെഡിക്ക് പറയണ അധ്വാനിച്ചാൽ ഫലം കിട്ടും. അപ്പോൾ അറപ്പൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് മീൻ പിടിച്ച് അത് വറുത്ത് തിന്നുമ്പോഴുള്ള ഒരു ടേസ്റ്റ് കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ കിട്ടില്ല കേട്ടാ. അതൊരു പ്രത്യേക രുചിയാണ്. അത് ചെറിയ മീനായാലും വലിയ മീനായാലും. ഇതാ പൊടി മോള് യുദ്ധത്തിന് വീണ്ടും പോയിട്ട് പൊടി കമാൺ കൊലക്കൊമ്പനെ പിടിക്കുക. കൊലക്കൊമ്പൻ ഈ അറ്റത്തിട്, ആ തറ്റത്തേക്ക് ഇടല്ലേ. ചണ്ടിയിൽ പെട്ട് കഴിഞ്ഞാൽ കുളത്ത് കഴിഞ്ഞാൽ കുളത്ത് പോട്ടാ. അപ്പോൾ അതെ ഭാഗ്യം ലൈവായിട്ട് പൊടിമോളൊരു മീനെ കയറ്റുന്നത് കാണാട്ടാ. അപ്പം അതൊക്കെ വലിക്ക്. മീൻ കൊത്തട്ടെ, മീന് കുറച്ച് സമാധാനം കൊടുക്കുക. അപ്പം മീൻ ഇവിടെ കുറേ ഇട്ടിട്ടുള്ള കാരണം കണ്ട, അപ്പുറത്തെ സൈഡിലൊക്കെ മീൻ ഇട്ടിട്ടുള്ള കാരണം അവിടെ ചൂണ്ടാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്നലെ ഞായറാഴ്ച കുറേ പേര് കൊത്തുണ്ടിട്ട് പൊടിയേ കൊത്തി കൊണ്ടുപോട്ടേട്ടാ. പതുക്കെ ഒന്ന് ഞെട്ടിക്കാൻ മതിട്ടാ. ഉറക്കാനെ വലിച്ച മീനിന്റെ വായ പൊളിഞ്ഞു പോവും. എവിടെ ആ പൊന്തി കിടക്കണ പച്ച നിറത്തിലുള്ള സാധനം കണ്ട, അത് കാണാൻ വെച്ചിട്ടുള്ളതല്ല. അത് അതങ്ങനെ തന്നെയൊക്കെ എടുക്കാം. അത് മീൻ കൊത്തുമ്പോഴാ ധനങ്ങളോ. ഒരെണ്ണത്തിന് കിട്ടിയിട്ടാ, വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഇതേ കൊണ്ടിരുന്നു പൊട്ടി പോൾ ആള് പോലെട്ടാ. അതെ അടുത്തേരെ കൊണ്ടിരുന്നു, 4-മത്തേരെ കേട്ടാ. അപ്പൊ 2 വലുത്, ഒരു ചെറുത്, പിന്നെ അതിന്റെ ഒരു ചെറുത്. പുലി കണ്ട എനിക്ക് നന്നാക്കാൻ ഇതിനൊരു കഴിവ് വേണം. നീ ഞങ്ങൾ ഈ വടിയും ചൂണ്ടലൊക്കെ കൊണ്ടുപോകുമ്പോ നീ കളിയാക്കാറില്ലേ? ഇപ്പൊ മനസ്സിലായില്ല അതിന്റെ ബുദ്ധിമുട്ട്. കൊലക്കൊമ്പൻ പിന്നെ നമുക്കൊന്നും കിട്ടിണ്ടായില്ല. അമ്മ അപ്പൊ കളിയാക്കും, ഇതാണോ കൊലകൊമ്പെന്ന് പറയും. ഇന്ന് അമ്മനെ നേരിട്ട് കാണിച്ചു കൊടുത്തു കൊലകൊമ്പനെ. എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ശാന്തേ. കണ്ട അവൾക്ക് ഉണ്ടാക്കിയെടുത്ത ചൂണ്ടല്, പൊന്നൂസിന് ഉണ്ടാക്കിയെടുത്ത ചൂണ്ടല് നീ കാണണേട്ടാ. മീൻ കൊത്തണ്ടെന്ന് വെച്ചാൽ അത് ക്ഷമ വേണം. ഇത് നീ വന്ന ചൂണ്ടല് വെള്ളത്തിലിട്ട മീനോ ഒറ്റടിക്ക് തിന്നോ? മീന് തോന്നണം, മീന് വിശന്നിരിക്കണ നേരത്തെ മീൻ തിന്നാ. മനസ്സിലായോ? അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചാടി പോണു പിടിക്കവനെ. ചെല്ല് വേഗം പിടിക്കുന്നു. വറക്കാനുള്ള മീനിന്ന് ചെന്നിട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ സുട്ടുമോൻ തല്ലുമുള്ള ഓടിപ്പിക്കും വീട്ടിന്ന്. വലിയ ചറ്റപ്പിലൊക്കെ വന്നതാ. ബക്കറ്റ് 100 രൂപയ്ക്ക് ചൂണ്ടല്. കണ്ണി കണ്ടവരെ പറമ്പിയെ പോയിട്ട് മറ്റേ എര പറിച്ചു, ഈ വടി ഉണ്ടാക്കി. ഇതപ്പോൾ കാണാട്ടോ. അപ്പോൾ പൊടിമോള് പിടിക്കുന്നത് നമുക്ക് കാണാം. പൊടിമോള് വീണ്ടും കോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൊന്ത് അനങ്ങുണ്ടോയെന്ന് അറിയില്ല കേട്ടാ. അനങ്ങണ്ട. ഫുള്ളായി താന്ന് കൊണ്ടോട്ടെ, ഫുള്ളായി താത്തട്ടെ, പിന്നെ പിടിച്ചാൽ മതി. മീൻ കിട്ടുന്നുണ്ട്, ചെറിയ മീനൊക്കെ കിട്ടുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ആ ചെറുത് പരല് കിട്ടി 2-3 അതെ ഇപ്പുറത്തെ സൈഡിൽ മീൻ ഇട്ടുണ്ട്. അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ അപ്പുറത്തൊക്കെ ഫ്രണ്ട്സ് അങ്ങനെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മീൻ പിടുത്തം നിർത്തിയിട്ട്, അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ അധികം കിട്ടണില്ല. എന്നാലും കൊത്തുണ്ട്, ഇടയ്ക്ക് കൊത്തുണ്ട്. എന്നാലും പൊടിമൂള് ഒരു 3-4 മീനൊക്കെ പിടിച്ചു. അപ്പോൾ വെള്ളം കയറിയിട്ടുള്ള നമ്മൾ ഇനി ഫുള്ള് പാലത്തിൻ്റെ അടുത്തേക്ക് പോകട്ടെ. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് വൈകിട്ട് ഇവിടെ വരും കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ട്. അവിടെ ബോട്ടി കച്ചവടം
പിന്നെ ഞാൻ കുറച്ചടുത്ത് പറഞ്ഞ പോലെ ഐസ്ക്രീം. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഞ്ജു ചേച്ചിയുടെ വീടാണ്, മഞ്ജു വാര്യരുടെ വീടാണ്. പിന്നെ ഇത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ താമരക്കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പം ഇന്നൊക്കെ വെള്ളം കുറച്ച് കയറി തുടങ്ങി. അവിടെ ഇനി കുറച്ച് കഴിയുമ്പോൾ 2 ഭാഗത്ത് ബോർഡ് വെക്കൂട്ട, അതായത് ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെക്കൂട്ട. അപ്പോൾ ഇത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചേട്ടന്മാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തുവിട്ട. അപ്പോൾ അത് ഇവിടെ വെള്ളം കയറി തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം ബൈക്ക് പോവും. നാളെ ഒരു മഴ, ഇന്ന് ഒരു മഴ അങ്ങനെ പെയ്യുകയാണെങ്കിൽ ഇനി ഇതിൽ ബൈക്കും പോവില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൂടെ ഒരുപാട് പേര് ഇത് കാണാനൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ വരുന്ന ആൾക്കാരെല്ലാവരും സൂക്ഷിച്ചും കണ്ട് വരാം. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. വണ്ടിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വണ്ടിയൊക്കെ ഒരുപാട് പേര് വെള്ളം കണ്ട ഇത്രയും വെള്ളമുണ്ട്, ഇതിലും കൂടുതൽ വെള്ളം കയറട്ടെ. ഇനിയും മഴ പെയ്യുമ്പോൾ ഒരുപാട് വെള്ളം കയറും. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും ആർക്കും വിഷമം തട്ടാതെ നമുക്ക് കമൻറ്റ് ഇടണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമായിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിൻ്റെ അവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ കേസ് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ വലിയ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണമാണ് ഇത് ചെയ്യണത്. ഒരിക്കലും ആരും ഈ വീഡിയോനെ മോശമായിട്ട് ഒന്നും വിചാരിക്കരുത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാഴ്ചകളും കണ്ട് അടിച്ച് പൊളിച്ച് നടക്കണില്ല എന്നുള്ളൊരു ഇത് വരരുത് കേട്ടോ. മുടക്ക് ദിവസം കിട്ടിയപ്പോൾ പൊടി മോളിനെയും കൊണ്ട് പുറത്തുനിന്ന് മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി എന്നുള്ളൂട്ടാ. അപ്പോൾ നമ്മളിത് ഫുള്ള് പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് വൈകുന്നേരം കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങി തൂണ്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അവിടെ കരിപ്പിടി ഉണ്ട്. നമ്മളിതാ കണ്ട ഇവിടുത്തെ കടര ഓണർമാരാണ് കിടന്ന് ഉറങ്ങണത്. 5 മണി കഴിഞ്ഞ് ഊരി പോയി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത സ്ഥലം നോക്കാം. നമുക്ക് മീൻ എവിടെയുള്ളത് നോക്കാം. പൊന്നൂസിനെ കൊണ്ട് അടിപൊളിയായിട്ട് ഒന്ന് മീൻ പിടിപ്പിക്കും. ഇന്ന് പൊന്നൂസ് ഒരു മീൻ പിടിച്ചിരിക്കും. ഈ കടകളുടെ ബാക്കിലൊക്കെ ഇപ്പം ഈ കട അടച്ചിട്ടാണ്. പക്ഷേ ഒരു 3 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടയിൽ നിറച്ച ആൾക്കാരും അതുപോലെ ഇവിടെ ഒക്കെ നിറച്ചിരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരായിരുന്നു. കൊട്ടവഞ്ചിയിലും പിന്നെ ബോട്ടിങ്ങിലൊക്കെ ഇപ്പം ആൾക്കാർ. പിന്നെ ഇവിടെ വെള്ളം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ വരും കേട്ടോ. അപ്പോൾ പൊടി വന്ന വശം അച്ഛനേക്കാൾ മുന്നേ തന്നെ ഒരു മീൻ പിടിച്ചു കേട്ടോ. കണ്ട അയ്യോ ചേട്ടൻ്റെ ചൂണ്ടിൽ കൊളത്തിയാ. എവിടെ ചേട്ടൻ്റെ ചൂണ്ടൽ കൊളത്തി കിട്ടി ഭാഗ്യൻ്റെ. ഇവിടെ ഈ കടയുള്ള കാരണം കടയുടെ വേസ്റ്റ് ബാലൻസ്, ഇവിടുത്തെ കടയുടെ ബാലൻസ് വേസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഇട്ടും. അതന്നെ അതുകൊണ്ട് ചിലപ്പോൾ ഈ കടയുടെ വേസ്റ്റുകൾ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ ചെറുതായിട്ട് പൊടിക്ക് മീൻ കിട്ടിയിരിക്കും. പൊടി ഇതൊക്കെ സത്യം പറയാലേ ഇതൊക്കെ പൊടിമോള് പിടിച്ച മീനാണ് കേട്ടാ. ഒരു മീൻ പോലും ചേട്ടൻ പിടിച്ചിട്ടില്ല, ഞാനും പിടിച്ചിട്ടില്ല. ചേട്ടൻ പിടിക്കൂല്ലേ? ആ ഓക്കെ പിടിച്ചു. ഓക്കെ കൊലകൊമ്പൻ വീഡിയോ ഞാൻ കട്ടാക്കിയിട്ടില്ല കേട്ടോ. കൊലകൊമ്പനെ പിടിക്കുന്നു പറഞ്ഞിട്ട്. എൻ്റെ കട്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പം പിടിക്കും ഗൈസ്. അമ്മ മാർക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്ക്. എനിക്ക് വലിക്കുമ്പോ പെട്ടെന്ന് പറ്റില്ല. പിടിച്ചോ എവിടെ? ആ പിടിച്ചു പിടിച്ചു കരിപ്പിടീനെ പിടിച്ചോട്ടെ. ഞാൻ കരിപ്പിടീനെ പിടിച്ചു ആദ്യത്തെ കരിപ്പിടീനെ പിടിച്ചു. അതെ ഞാൻ വീഡിയോ എടുത്ത് തന്നാ മതി. ആ പൊടി അടുത്തത് പൊടിയും പിടിച്ചു. ചെറുതോളാണ് ഉപ്പേരിക്കുള്ള ഇവിടുന്ന് എളുപ്പമായിട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് കുഞ്ഞു മീനുകളല്ലേ, അമ്മയ്ക്ക് എളുപ്പമായിട്ട് കിട്ടും. കുന്തം പിടിച്ച പോലെ നിൽക്കണ്ട, വേറെ ഒന്നല്ല കേട്ടാ. ഏതോ ഒരു മീൻ ആറ്റ് നോറ്റ് വലിച്ചു കൊണ്ടുപോയതാണ് കണ്ട. അത് ഒരു കല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. എന്നിട്ട് ഭയങ്കര വലിയ മീനാന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വലിച്ചതാട്ടാ. വേണ്ട ചൂണ്ട പൊട്ടിച്ചു കണ്ടാ. ഇതാണ് ഈ മുതലിൻ്റെ ചൂണ്ടല്. ഞാൻ വലിച്ചു, എന്ത് ചെയ്യാനായി? വേറെ ചൂണ്ടല് കെട്ടില്ല ചേട്ടാ. ഞാൻ വീണ്ടും ശ്രമിക്കും. ഇന്ന് ഇവിടുന്ന് ഒരു മീൻ പിടിക്കാൻ. എന്താ എന്തായാലും മീൻ പിടിച്ചിട്ട് തന്നെ ബാക്കിയായിരിക്കും. എന്താ വേറെ കെട്ടി കൊടുക്കാട്ടാ, വേറെ കെട്ടി കൊടുക്കാം.
കെട്ടി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആകെ 3 ചൂണ്ടലുള്ള പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടൽ നിൽക്കൂട്ടാ. ഒരെണ്ണം കൂടി തന്നെയുള്ളൂ. പൊടിമോളെ പൊടിമോളെ എങ്ങനെയുണ്ട് മീൻ പിടുത്തം? പൊടിമുളക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊടിമുളക് ഇതാ കുറെ പിടിച്ച് കയറ്റുണ്ട്. ഇതേ കണ്ട കുറെ കരിപ്പിടീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് കാടില്ലാത്ത സ്ഥലത്ത് വല്ല കടലിലേക്ക് പോകേണ്ടി വരും ചൂണ്ടാൻ. ഒരെണ്ണത്തിനെ പിടിച്ച് കൊണ്ടിട്ടുണ്ട്. കൊണ്ടുപോവാ നോക്കട്ടെ. ഇതായാലും വലിയ കൊല കൊമ്പ കരിപ്പിടീനെ പിടിച്ച് കൊണ്ടിട്ടാ. ജീവിതത്തിൽ ആദ്യമായിട്ട് പിടിച്ച മീൻ. ഒരു ഫോട്ടോ എടുത്തേക്കാട്ടെ എന്തായാലും. അത് ഊരറിയോ? പൊടി ഊരി എടുത്തേ അമ്മക്ക്. മീൻ ഊരി എടുത്തേ. ഊര് നോക്കട്ടെ. അങ്ങനെ കരുത്ത് തെളിയിച്ചു കരിപ്പിടീനെ പിടിച്ചിട്ട്. ഇത്ര കൊല്ലത്തിന് 36 കൊല്ലത്തിനുള്ളിൽ ആദ്യമായിട്ട് ഒരു കരിപ്പിടി. ആദ്യത്തെ മീൻ. അപ്പൊ നമ്മള് മീൻ പിടിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മള് മീൻ കാണിച്ചു തരാട്ടാ. അപ്പൊ മഴ വരുന്നുണ്ട്. മഴ വരുന്നത് ഇതൊക്കെയാണ് കിട്ടിയത്. മഴ വരുന്നുണ്ട്. അതാണ് നമ്മള് വേഗം മീൻ പിടുത്തൊക്കെ നിർത്തിയത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പുള്ളിന്ന് പോന്നിട്ട് ചേറ്റുപുഴ പാടത്തേക്ക് വന്നു കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ചേറ്റുപുഴ പാടം. ഇവിടെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ചേറ്റുപുഴ പാടട്ടാ. അപ്പോൾ നമുക്ക് മഴയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ വലിയ മീനുകൾ പിടിക്കും. ഇത് നമ്മൾ കുറച്ച് നേരം പിടിച്ചാണെന്നുള്ളൂ. ഇതൊക്കെ പിടിച്ചത് പൊടിമോളാണ് കേട്ടാ. പൊന്നൂസ് ഒരെണ്ണം പിടിച്ച് ബാക്കിയുള്ളതൊക്കെ പിടിച്ചത് പൊടിമോളാണ്. അപ്പോൾ അടുത്ത മീൻ പിടുത്ത വീഡിയോയും ബാക്കിയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. എല്ലാവരും സപ്പോർട്ടിനാണോ പൊടി. നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.